കരിമണൽ കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് തിരിച്ചടി. SFI അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളി. ROCയുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് SFIO. CMRL കമ്പനി 135 കോടി രൂപയോളം കേരളത്തിലെ വിവിധ രാഷ്ട്രീയക്കാർക്ക് നൽകിയെന്നും SFIO. ഹർജി തള്ളിയതിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന് MV ഗോവിന്ദൻ പറയുമ്പോൾ രാഷ്ട്രീയ വേട്ടയെന്ന പ്രതിരോധം പാളിയെന്ന മാത്യു കുഴൽനാടൻ. CPM-ഉം മുഖ്യമന്ത്രിയും നാണം കെട്ടുവെന്ന് K. സുരേന്ദ്രൻ. കടുത്ത തിരിച്ചടിയോ, പാർട്ടിയുടെ പ്രതിരോധം പാളിയോ, രാഷ്ട്രീയ വേട്ടയെന്ന ആരോപണം നിലനിൽക്കുമോ? CPM-ഉം മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലായോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ CPM-ൽ നിന്ന് ശ്രീ VK സനോജ്, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് S. സുരേഷ്. വിശദമായ ചർച്ചയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം. വിശദമായ ചർച്ചയിലേക്ക് ശ്രീ VK സനോജ്. വീണ വിജയനെതിരായ ഉയർന്ന ആരോപണത്തിൽ മാധ്യമങ്ങളാണ് വിവാദങ്ങൾ ഉണ്ടാക്കിയത് എന്നും അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കി പർവ്വതീകരിക്കുകയാണ് എന്നും രണ്ട് കമ്പനികൾ തമ്മിലുള്ളത് നിയമപരമായ ധാരണ മാത്രമാണ്, അങ്ങനെ സുതാര്യമായൊരു കരാറിൻ്റെ പ്രകാരം മുന്നോട്ടു പോയ ഒരു നടപടിയിൽ നിയമരഹിതമായി ഒന്നുമില്ല തുടങ്ങിയ കാര്യങ്ങൾ CPM നേരത്തെ വിശദീകരിച്ചതാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയൊക്കെ വലിയ വിവാദമായ സമയത്ത് ഇപ്പോഴെന്തുകൊണ്ടാണ് ഹർജി തള്ളിയതുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് CPM എത്തുന്നത്? ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണോ? നിങ്ങളുടെ ചോദ്യത്തിൽ ആദ്യ ഭാഗം ഞാൻ കേട്ടില്ല. അല്ല, CPM എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ AKG സെന്റർ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. രണ്ടു കമ്പനികൾ തമ്മിൽ വളരെ സുതാര്യമായി മുന്നോട്ട് വെച്ചൊരു കരാറിൻ പ്രകാരം നടന്ന നടപടികളാണ്, അതിൽ നിയമത്തിന് നിരക്കാത്തതൊന്നുമില്ല എന്ന രീതിയിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇപ്പോഴെന്തുകൊണ്ടാണ് അതേ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഒരു കോടതി തീരുമാനം വന്നപ്പോൾ അത് വിശദീകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അല്ല, ഇപ്പോൾ കോടതി തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാഖ്യാനിക്കും പോലെ ഇത് അന്തിമമായ ഒരു വിധിയൊന്നുമല്ലല്ലോ. അതായത് നിയമപരമായും നേരിടാനുള്ള അവകാശം ഒരു വ്യക്തി എന്ന നിലയിൽ വീണക്കുണ്ട്, അവരുടെ കമ്പനിക്കുമുണ്ട്. ആ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തെ മുൻനിർത്തി അല്ലെങ്കിൽ ആ അവകാശത്തെ മുൻനിർത്തിയിട്ടാണ് ഇപ്പോൾ അവർ കോടതിയിൽ പോയത്. ഇപ്പോൾ നിയമപരമായി എന്തെങ്കിലും പെശകുണ്ടോ അക്കാര്യത്തിൽ? അപ്പോൾ അതിനകത്ത് ഇപ്പോൾ താൽക്കാലികമായി സിംഗിൾ ബെഞ്ചിനൊരു വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനോട് ഉടൻ തന്നെ CPM-ന് സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചേ പറ്റുമെന്ന് നിങ്ങളെന്തിനാണ് നിർബന്ധം പിടിക്കുന്നത്? അപ്പോൾ ഏതെല്ലാം കാര്യത്തിൽ എങ്ങനെയെല്ലാം പ്രതികരിക്കണമെന്ന് CPM-ന് സംസ്ഥാന സെക്രട്ടറി അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. ഇപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വിധിപ്പകർപ്പ് കിട്ടേണ്ടതുണ്ട്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു വിധി വരുമ്പോഴേക്ക് സംസ്ഥാന സെക്രട്ടറി ആ നിമിഷം തന്നെ പ്രതികരിച്ചു കൊള്ളണം എന്ന വാശിയൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാം പൊതുവായൊരു താല്പര്യം CPM-നെതിരായിട്ടുള്ള ഇടതുപക്ഷത്തെ വേട്ടയാടാനുള്ള ഒരു വാർത്തയാണെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അത് കുറേ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം രാജ്യത്തോട് ഉണ്ടായല്ലോ. ആ സുപ്രീം കോടതി വിധി സംബന്ധിച്ച് നിങ്ങളൊന്നും ചർച്ച സംഘടിപ്പിച്ചോ? ഇപ്പോൾ കർണാടക ഹൈക്കോടതി അതിൻ്റെ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വലിയ ചർച്ച ഇപ്പോൾ സംഘടിപ്പിക്കുകയാണ്. ഇന്നലെ രാജ്യം ശ്രദ്ധിച്ച, രാജ്യത്തെ പ്രധാനപ്പെട്ട ദേശീയ ചാനലുകൾ മുഴുവൻ എടുത്തൊരു വിഷയമുണ്ടായിരുന്നു. അത് ഇലക്ട്രൽ ബോണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. രാജ്യത്ത് കുറേ കാലമായി ഗൗരവമായ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിതെളിയിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിലൊരു അന്തിമ വിധി ഇന്നലെ വന്നപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായ ചില താല്പര്യങ്ങളുണ്ട്. നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രതികരണങ്ങൾ നടത്താൻ തൽക്കാലം സൗകര്യമില്ല എന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിൻ്റെ മലയാളം. ഓക്കെ, ശരി. അതായത് ആ മലയാളം അങ്ങനെ തന്നെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ശ്രീ VK സനോജ്, അങ്ങ് പറഞ്ഞ കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ എനിക്ക് തിരികെ ചോദിക്കാനുണ്ട്. അക്കമിട്ട് തന്നെ ചോദിക്കാം. ഒന്നങ്ങയുടെ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇതൊരു അന്തിമ തീരുമാനമല്ല എന്നുള്ളതാണ്. അത് ഈ വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചോദ്യമൊന്നുമല്ല, അങ്ങയുടെ ഉത്തരത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ശ്രീ VK സനോജ്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ എവിടെയെങ്കിലും ഇതൊരു അന്തിമ തീരുമാനമാണ് എന്ന് ഞാൻ പറഞ്ഞത് എവിടെയാണ്? ഒന്നാമത്തെ ചോദ്യം. അങ്ങ് അതിന് മറുപടി പറഞ്ഞു പോകാമെങ്കിൽ നമുക്ക് രണ്ടാമത്തതിലേക്ക് പോകാം, അല്ല ഒന്നിച്ച് ചോദിക്കുക എന്നുള്ളതാണ് അങ്ങയുടെ താല്പര്യമെങ്കിൽ ഒന്നിച്ച് ചോദിക്കാം. അല്ല, ഞാൻ പറയാം. അല്ല, നിങ്ങളുടെ ചർച്ചയും എന്തുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിട്ടില്ല എന്ന ചോദ്യവുമൊക്കെ എനിക്കങ്ങനെ ഉത്തരം നൽകാനാണ് എന്നെ പ്രേരിപ്പിച്ചത്. കാരണം നിങ്ങളുടെ ചർച്ചയുടെ ആ ചോദ്യത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണ്?
എന്താണ് അതിൻ്റെ ഉദ്ദേശം? എല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഒരു വിധി വന്നിരിക്കുന്നു, അതിൻ്റെ വിധി പ്രസ്താവം, അതിൻ്റെ കോപ്പിയെല്ലാം ആളുകൾക്കെല്ലാം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അതെല്ലാം കിട്ടിയിട്ടും CPM സംസ്ഥാന സെക്രട്ടറി ഒന്നും അനങ്ങുന്നില്ല എന്ന ധ്വനിയാണ് നിങ്ങളുടെ ചർച്ചയിൽ. അദ്ദേഹം അനങ്ങാതിരുന്നില്ല. അതായത് ഇതിനു മുൻപ് ഇതേ വിഷയം വന്നപ്പോൾ CPM പ്രതികരിക്കാൻ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പ്രതികരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതൊരു വ്യതിയാനമാണല്ലോ. അപ്പോൾ ആ വ്യതിയാനത്തിനൊരു കാരണമുണ്ടാകുമല്ലോ, ഒരു ലോജിക് ഉണ്ടായിരിക്കുമല്ലോ പാർട്ടിക്ക് സാധാരണഗതിയിൽ എന്നുള്ളത് കൊണ്ട് ചോദിച്ചതാണ്. ഒരു വ്യതിയാനവുമില്ല മാധു, ഒരു വ്യതിയാനവുമില്ല. ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ അതേ മണിക്കൂറിൽ തന്നെ ഒന്നും CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ ആരോപണങ്ങൾ അത് മുഖ്യമന്ത്രിയെ നേരിട്ട് ബാധിക്കുന്നതാണ്, മുഖ്യമന്ത്രിയെ കൈകാര്യം ചെയ്യാനുള്ളതാണ്, അത് മുഖ്യമന്ത്രിക്കെതിരായി നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കണ്ടപ്പോഴാണ് വളരെ കൃത്യമായ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവന തന്നെ മാധ്യമങ്ങൾക്ക് മുന്നാകെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ചത്. അല്ല, നിങ്ങൾ ഇപ്പോൾ ഉണ്ടായ കാര്യം എന്താ? ഇപ്പോൾ നിങ്ങളിപ്പോൾ വ്യാഖ്യാനിച്ചു വരുന്നത് നേരത്തെ CPM പ്രതികരിച്ചിരുന്നു, ഇപ്പോൾ എതിരായ ഒരു വിധി വന്നപ്പോൾ മുൻപൊന്നുമില്ല. കരാറിനെ കുറിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്തിനു വിശദീകരിക്കണം എന്നായിരുന്നു. അതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. ശ്രീ VK സനോജ്, അങ്ങ് മറുപടി പറഞ്ഞതിൽ എന്റെ രണ്ടാമത്തെ ചോദ്യം അതാണ്. അതായത് ഞാൻ ചോദിക്കട്ടെ, അതായത് എക്സാലോജിക് സംബന്ധിച്ച് CPM എന്തിനു വിശദീകരിക്കണം എന്നായിരുന്നു അന്ന് ഈ ചർച്ചയിൽ ഉന്നയിച്ച ചോദ്യം. രണ്ടു കമ്പനികൾ തമ്മിലുള്ള കരാറിനെ കുറിച്ച് എന്തിന് CPM വിശദീകരിക്കണം എന്ന് തന്നെയാണ് അന്നും ചോദിച്ചത്. ഇന്നിപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, അങ്ങ് ചോദിച്ചില്ലേ എന്തിനാണ് CPM വിശദീകരിക്കുന്നത്? അന്നും അത് തന്നെയാണ് ചോദിച്ചത്. എന്തിനാണ് CPM അത് വിശദീകരിക്കുന്നത് എന്നാണ് അന്നും ചോദിച്ചത്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ തിരിച്ചത് ചോദ്യം ചോദിക്കാം മാധു. ഈ രാജ്യത്തെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട് എത്ര SFIO അന്വേഷണം നടക്കുന്നുണ്ട്? എത്ര ഇന്ത്യൻ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രസ്താവനകൾ, എന്തെല്ലാം ഉത്തരവുകൾ വന്നിട്ടുണ്ട്? എത്ര മറ്റേ ഇത് പ്രകാരമുള്ള ഹൈക്കോടതി വിധി പ്രകാരമുള്ള മറ്റന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്? അതെല്ലാം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു? ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും CPM PB അംഗത്തിനെതിരായി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായി നടക്കുന്ന രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഇടപെടലാണ്. അപ്പോൾ അതിനെ ശക്തമായി CPM പ്രതിരോധിക്കും. അതിനെ നിങ്ങൾ മറ്റു തലത്തും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അതിലെല്ലാം ഇന്നലെയും പ്രതികരിച്ചിട്ടുണ്ട്, ഇന്നും പ്രതികരിക്കും, നാളെയും പ്രതികരിക്കും. മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും നല്ല ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഇന്ന് എന്തുകൊണ്ടാണ് അത് മുഖ്യമന്ത്രിക്കെതിരെ അല്ല എന്നൊരു തോന്നൽ ഉണ്ടായത് എന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട് ശ്രീ VK സനോജ്. അതായത് മുഖ്യമന്ത്രിക്കെതിരെയുള്ളതിനെ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ, ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അല്ല, മറ്റൊരു കാര്യം, ഏത് വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് CPM തീരുമാനിക്കാം. ഏതു വിഷയമാണ് അന്ന് പ്രാധാന്യമുള്ളത് എന്നും ചർച്ച ചെയ്യേണ്ടത് എന്നും മാധ്യമങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല, അല്ലെ? ആ വിഷയം ചർച്ച ചെയ്യാതിരുന്നിട്ടില്ല ഞങ്ങളാരും. അതിലേതു വിഷയം എപ്പോൾ ചർച്ച ചെയ്യണമെന്ന കാര്യം മാധ്യമങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ലേ? അതൊക്കെ വളരെ ഏകാധിപത്യപരമായ നിലപാടല്ലേ? ഞങ്ങൾക്ക് എപ്പോൾ എങ്ങനെ പ്രതികരിക്കാം എന്നതടക്കം തീരുമാനിക്കാം, നിങ്ങൾക്കത് പാടില്ല കേട്ടോ, അത് ഞങ്ങളുടെ താല്പര്യം അനുസരിച്ചായിരിക്കണം എന്നൊക്കെ തീരുമാനിച്ച് പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഇത്തിരി കടന്ന കൈയല്ലേ ശ്രീ VK സനോജ്? മാധു, അതൊക്കെ ഈ ചർച്ച കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരും മാതൃഭൂമി ചാനലിൻ്റെ അവതാരകരല്ല ഈ നാട്ടുകാർ മുഴുവൻ. നിങ്ങൾ പറഞ്ഞ അപ്പോൾ വിഴുങ്ങാൻ. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്? ഇന്ത്യയിൽ SFIO അന്വേഷണം നടക്കുന്ന വിവിധ കേസുകളുണ്ട്. നിങ്ങൾ ആ കേസൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അത് നമുക്ക് ചോദിക്കാം, അത് നമുക്ക് BJPയുടെ പാനലിസ്റ്റ് ചോദിക്കാം. എല്ലാവരും അങ്ങനെയുള്ള കേസുകൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതിന്റെ ഉത്തരം അങ്ങ് നേരത്തെ തന്നെ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണവുമായി ബന്ധപ്പെട്ട് അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കേസിൽ വിധി വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യും. അത് ആ കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തുകൊണ്ട് ഈ വിഷയം എന്ന കാര്യത്തിൽ നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് വിഷയം ഇന്ന് ചർച്ച ചെയ്തത്. നിങ്ങളുടെ ചർച്ചയെല്ലാം വളരെ സെലക്റ്റീവാണ്. രാജ്യത്തെ സുപ്രീം കോടതിയുടെ ഇന്നലത്തെ ഉത്തരവ് സംബന്ധിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ സെലക്റ്റീവ് രാഷ്ട്രീയം ആളുകൾക്കിടയിൽ തുറന്നു കാണിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ വളരെ ശുദ്ധഗതിയിൽ ഇന്നിപ്പോ ഗോവിന്ദ മാഷ് ഒന്നും പ്രതികരിച്ചില്ലല്ലോ. അല്ലല്ല, നിങ്ങൾ വളരെ ശുദ്ധമായ നിലയിൽ ഗോവിന്ദ മാഷ് ഒന്നും പ്രതികരിച്ചില്ലോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അതൊക്കെ പറയേണ്ടി വരും. അല്ല, അങ്ങ് പറഞ്ഞോളൂ. ഗോവിന്ദ മാഷ് ഏതെല്ലാം കാര്യത്തിൽ പ്രതികരിക്കണം ഞാൻ പറയട്ടെ. അല്ല, ഗോവിന്ദ മാഷ് പ്രതികരിക്കാൻ സംബന്ധിച്ചാണോ നിങ്ങൾ ഇവിടെ പറയുന്നത്? ഗോവിന്ദ മാഷ് പ്രതികരിക്കും.
ഗോവിന്ദ മാഷ് ഇപ്പൊ തന്നെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഈ ഇന്നലെ പ്രതികരിച്ചതെല്ലാം വളരെ മോശമായി പോയി, അതിൽ നിന്ന് വലിയ വ്യതിയാനം സംഭവിച്ചു എന്ന് നിങ്ങൾ വ്യാഖ്യാനം പുറപ്പെട്ടാൽ അത് കുറച്ച് കടന്ന കൈയാണ്. അല്ല, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല, എന്ന് ആരും ചോദിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഇതിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്, ഇതിലിപ്പോൾ പ്രതികരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ വി കെ സനോജ ചോദ്യം ചോദിച്ചത്. അന്നും ഗോവിന്ദ മാഷ് ആദ്യത്തെ ദിവസം, ആദ്യത്തെ മണിക്കൂറിൽ, ആദ്യത്തെ മിനിറ്റിലൊന്നും അല്ല പ്രതികരിച്ചത്. അത് പിന്നീട് ഒരു എഴുതി തയ്യാറാക്കിയ തീരുമാനമാണ് വന്നത്. ഓക്കെ, അങ്ങനെ അല്ല, അത് ഓക്കെ ആണെന്നേ, ഇത് അന്തിമ വിധിയാണെന്ന് ഞാനും പറഞ്ഞിട്ടില്ല. അങ്ങാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞു എന്ന്. ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് അങ്ങാണ് പറഞ്ഞത് ശ്രീ വി കെ സനോജ്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അങ്ങാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ വ്യാഖ്യാനിച്ചു. എനിക്ക് തോന്നുന്നത് ശരി, അത് അങ്ങത് തിരുത്തണം. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങേക്ക് ചർച്ച വേണമെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുകയും ചെയ്യാം, നമ്മളിത് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് പറഞ്ഞത്, ഒരു ചോദ്യമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തത്. ശരി, ശ്രീ എസ് സുരേഷ്, രാജ്യത്ത് അതായത് 100 കോടി കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ ഉണ്ടാകുന്ന പല കേസുകളിലാണ് ഈ പറയുന്ന SFIയുടെ അന്വേഷണം ഇതിനു മുൻപുണ്ടായിട്ടുള്ളത്. 1.72 കോടി രൂപയുടെ ഒരു ആരോപണം. അതിൽ അന്വേഷണത്തിന് SFIO ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ പ്രേരിതമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിക്ക് മുൻപാകെ വെച്ച വാദം എന്ന് പറയുന്നത്. ഒരു അന്വേഷണം ഉണ്ടാകട്ടെ എന്നാണ് കോടതി തീരുമാനമെടുത്തത് എങ്കിലും ആ ചോദ്യം രാഷ്ട്രീയമായി തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട്. അല്ല മാധു, ഇവിടെ ശ്രീ സനോജ് ഇവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ആകെ വഷളായിരിക്കുകയാണ്. കാരണം സനോജിനോട് മാധു ചോദിച്ചത് എന്തുകൊണ്ട് MV ഗോവിന്ദൻ ഇതുവരെ പ്രതികരിച്ചില്ല എന്നാണ്. ശ്രീ സനോജ്, MV ഗോവിന്ദൻ ലോകത്തുള്ള സർവ്വകാര്യങ്ങളിലും എല്ലാ ദിവസവും പ്രതികരിച്ചു കൊണ്ടിരിക്കുകയും ഈ വീണാ വിജയൻ പാർട്ടിയുടെ ഒരു മെമ്പറോ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ഒന്നുമില്ലാത്ത നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളും നിങ്ങളുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയുമായിട്ടുള്ള ഈ സ്ത്രീ എന്ന് ഞാൻ പറയാമല്ലോ, അങ്ങനെ തന്നെ പറയാം, ഈ സ്ത്രീയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടകം ഒരു 15 പ്രാവശ്യമെങ്കിലും താങ്കളുടെ MV ഗോവിന്ദൻ പ്രതികരിച്ചിട്ടുണ്ട്. MV ഗോവിന്ദൻ്റെ കയ്യിൽ എന്തൊക്കെയോ രേഖയുണ്ട്, കൈരേഖയല്ലാത്ത എന്തോ രേഖ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ രേഖ ഒന്നും ഇതുവരെ ലോകത്താരും കണ്ടിട്ടില്ല. CPMൻ്റെ സെക്രട്ടേറിയറ്റ് നിരവധി തവണ പ്രതികരിച്ചിട്ടുണ്ട്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോയിലുള്ള ആൾക്കാർ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ട്. ഇത്രയും പ്രതികരിച്ച് സകലമാന കോടതിയിലും പോയി കേവലം കർണാടകയിലെ ഒരു കോടതിയുടെ വിധി അന്തിമ വിധിയല്ല എന്നൊക്കെ തട്ടിവിടുമ്പോൾ ശ്രീ സനോജ, അങ്ങൊരു DYFIയുടെ നേതാവാണ് എന്ന് ഓർമ്മ വേണം. DYFIയുടെ നേതാവ് ഒരു അഴിമതി കേസിൽ പ്രതിയായിട്ട് വന്നിരിക്കുന്ന ഒരാൾ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരിയാണ് എന്ന് ഒരു ഹൈക്കോടതിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ SFIOയ്ക്ക് അന്വേഷിക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട് എന്ന് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം റദ്ദാക്കണം എന്നുള്ള നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ പെറ്റീഷൻ എടുത്ത് ദൂരേക്ക് എറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും കാലം വീണാ വിജയന് വേണ്ടി പാദസേവ ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടി അത് മുഖ്യമന്ത്രിയുടെ മകളായതിൻ്റെ പേരിൽ മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷിനോ അതോടൊപ്പം തന്നെ VSൻ്റെ മകൻ അരുൺകുമാറിനോ നയനാരുടെ മകൻ കൃഷ്ണകുമാറിനോ കിട്ടാത്ത പ്രിവിലേജോടുകൂടി വീണാ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾക്ക് പാദസേവ ചെയ്യുന്നൊരു പാർട്ടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ അധപ്പതിച്ച സാഹചര്യത്തിലാണ് നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗവും സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള MV ഗോവിന്ദന് ഈ കർണാടക വിധിയിൽ പ്രഥമ ദൃഷ്ടിയാൽ കേസുണ്ടെന്നും ഈ കേസ് അന്വേഷിക്കപ്പെടണമെന്നുള്ള വിധി വരുന്ന സമയത്ത് നാവിറങ്ങിപ്പോയോ എന്ന് മാധു മാത്രമല്ല, മാതൃഭൂമിയിലെ 10,000-കണക്കിന് പ്രേക്ഷകർ മാത്രമല്ല, ഈ കേരളത്തിലെ CPMകാർ ഉൾപ്പെടെ ചോദിക്കുന്ന ചോദ്യമാണ് സനോജെ. ഈ ചോദ്യത്തിൽ നിന്ന് കേവലം ഒരു ചാനൽ ചർച്ചയിൽ ഒളിച്ചോടാൻ പറ്റുമായിരിക്കും. പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് പിണറായി വിജയനോ MV ഗോവിന്ദനോ അല്ലെങ്കിൽ റിയാസിനോ ഒളിച്ചോടാൻ പറ്റില്ല. അത് താങ്കൾ മനസ്സിലാക്കണം. സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയും അതിലെ പരാമർശങ്ങളും വന്നപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏജൻസി അല്ല, അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, അത് നിയമപരമായ സാധുതയുള്ള ഒരു സ്ഥാപനമാണ് എന്നുള്ളതായിരുന്നു BJPയുടെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് കേന്ദ്രത്തിന് കീഴിലുള്ള 2 ഏജൻസികൾ മത്സരിച്ച് 2 അന്വേഷണം എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. 2 അന്വേഷണം സാധാരണഗതിയിൽ പതിവില്ലല്ലോ. അപ്പോൾ അങ്ങനെയല്ല, ഇത് വിപുലമായി അന്വേഷിക്കേണ്ടതുണ്ട്, വിപുലമായ അധികാരപരിധിയുള്ള ഒരു ഏജൻസി കൂടി അതിൽ വരേണ്ടതുണ്ട് എന്ന തീരുമാനമൊക്കെ എടുക്കുന്നത്
കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏജൻസികളാണ്. അവിടെയാണ് CPM-ന്റെ ആരോപണം, രാഷ്ട്രീയമായ ആരോപണം വാലിഡ് ആവുന്നത്. മാധു, എങ്ങനെ വാലിഡ് ആകും? ഇവിടെ കേരളത്തിന്റെ പൊതുമുതൽ കട്ട് മുടിച്ച് മാസപ്പടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാനായി ആദ്യം കേരള സർക്കാർ കേരളത്തിന്റെ പണമെടുത്ത് KSIDCയെ കൊണ്ട് കേരള ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത പെറ്റീഷനോട് കേരളത്തിലെ ഹൈക്കോടതി ചോദിച്ചത്, നിങ്ങൾ അന്വേഷണത്തിന് എന്തിനാ ഭയക്കുന്നത് എന്നാണ് KSIDCയോട് ചോദിച്ചത്. ആ KSIDCയുടെ ആ പെറ്റീഷൻ എടുത്ത് ദൂരേക്കെറിഞ്ഞത് കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി ഈ പെറ്റീഷൻ കേരള ഹൈക്കോടതിയിൽ KSIDC പെറ്റീഷനുമായിട്ട് പോയത് KSIDCയുടെ മുകളിലിരിക്കുന്ന അതിൻ്റെ ഡയറക്ടറെയോ ചെയർമാനെയോ സംരക്ഷിക്കാനല്ല. ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് രൂപ വക്കീലിന് കൊടുത്തുകൊണ്ട് ഈ കേസുമായിട്ട് പോയത് മുഖ്യമന്ത്രിയുടെ അരുമ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അരുമ മകളെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ പണമെടുത്ത് കേരള ഹൈക്കോടതിയിൽ പോയത് തള്ളിയപ്പോഴാണ് അരുമ മകൾ നേരിട്ട് അങ്ങ് കർണാടകയിലേക്ക് പോയത്. കർണാടകയിൽ പോയിട്ട് കർണാടക ഹൈക്കോടതിയിൽ പോകുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് മകൾക്ക് സമൻസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, സമൻസുമായിട്ടാണ് പോയിരിക്കുന്നതെന്ന്. ആ സമൻസുമായിട്ട് പോയിട്ട് വീണാ വിജയൻ ആവശ്യപ്പെട്ടത് ഇത് റദ്ദ് ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി പറഞ്ഞു റദ്ദ് ചെയ്യാൻ പറ്റില്ല, അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ ഇതിൽ നിന്ന് മാധുവിന്റെ ചോദ്യം എന്താ? BJP രാഷ്ട്രീയമായിട്ട് ഈ കേസ് എടുക്കുന്നു എന്നല്ലേ ചോദ്യം? BJP രാഷ്ട്രീയപരമായിട്ട് ഈ കേസ് എടുക്കുന്നു എന്ന് കേരളത്തിലെ ഹൈക്കോടതിക്ക് ബോധ്യമായിരുന്നുവെങ്കിൽ KSIDC പോയപ്പോൾ ആ പെറ്റീഷൻ അനുവദിക്കുമായിരുന്നു. BJP അങ്ങനെ കേസെടുക്കുന്നു എന്ന് കർണാടകയിലെ ഹൈക്കോടതിക്ക് ബോധ്യമായിരുന്നുവെങ്കിൽ അവിടെ വീണാ വിജയൻ പെറ്റീഷനുമായിട്ട് പോകുമ്പോൾ അത് അനുവദിക്കുമായിരുന്നു. മാത്രമല്ല, ഇവിടെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റും അതിനുവേണ്ടി ചെയ്ത സേവനങ്ങളും എന്ന് പറഞ്ഞ് തട്ടിവിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ രീതിയിലുള്ള വാദമുഖങ്ങൾ സമ്പൂർണമായിട്ടും തള്ളിക്കളയുന്ന രണ്ട് ഹൈക്കോടതിയുടെ വിധികളാണ് ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞിട്ട് പോകുന്നല്ലേ ബെറ്റർ. ചോദിച്ചു എന്തിനാ SFIOയിൽ എന്തിനാ അന്വേഷിക്കുന്നത്? മുമ്പ് ROC അന്വേഷിച്ചിട്ടില്ലേ? ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് അന്വേഷിച്ചില്ലേ? ഇതൊക്കെ അന്വേഷിച്ചത് ആദായ നികുതിയെ സംബന്ധിച്ചാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ മറ്റ് ഏർപ്പാടുകൾ എഗ്രിമെന്റിനെ സംബന്ധിച്ചാണ്. ഇത് SFIO അന്വേഷിക്കുന്നത് ഇതിന്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ്. ഇത് കേവലം ആദായ നികുതിയുടെ മാത്രം വിഷയമല്ല. ഇത് എഗ്രിമെന്റുകൾ എന്ത് സർവീസ് നടത്തി എന്നതിനെ കുറിച്ചുള്ള വിഷയം മാത്രമല്ല. ഇത് അറ്റോമിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, മിനറൽസും മെറ്റൽസും കൈകാര്യം ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള അന്വേഷണങ്ങൾ ആവശ്യമുള്ള, കാനഡയിൽ പോലും കള്ളക്കമ്പനി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പ്രാപ്തമായിട്ടുള്ളൊരു ഏജൻസി മാത്രമല്ല, അറസ്റ്റ് ചെയ്ത് വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള അധികാരമുള്ള ഒരു ഏജൻസി എന്നതുകൊണ്ടാണ് അത് ഏതാണ്ട് UAPയോടൊക്കെ താരതമ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വളരെ കർശനമായ ഒരു അന്വേഷണ പരിതസ്ഥിതിയും അതിന്റെ ചുറ്റിപ്പറ്റി ഉണ്ടാകുമെന്നാണ് സംബന്ധിച്ച ഗൗരവമൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ ഇന്ന് മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത്, മാധ്യമങ്ങളെ കാണുന്ന സമയത്ത്, വിധി വന്നതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പറയുന്നത് ഇനി ഈ പറയുന്ന രാഷ്ട്രീയമായ വേട്ട എന്ന ആരോപണം നിലനിൽക്കില്ല, കാരണം ഇത് കോടതിയിലെത്തിയിരിക്കുന്നു, കോടതിയാണ് അന്വേഷണം നടത്താം എന്ന് SFIയോട് നിർദ്ദേശിക്കുന്നത്, ആവശ്യപ്പെട്ട രേഖകൾ കൈമാറണമെന്ന് കോടതി നേരത്തെ തന്നെ എക്സാലോജിക്കിനോട് പറഞ്ഞിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഇനി രാഷ്ട്രീയ വേട്ട എന്ന ആരോപണം നിലനിൽക്കില്ല എന്നുള്ളതാണ്. അങ്ങ് CPM പ്രതിനിധി ആദ്യഘട്ടത്തിൽ സംസാരിച്ചത് മുഴുവനും രാഷ്ട്രീയ ആരോപണം എന്ന ആദ്യത്തെ വാദത്തിൽ ഉറച്ചു നിന്നു തന്നെയാണ് എന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതാണ്ട് നാളെ രാവിലെയോടെ ഈ വിധി പകർപ്പ് പുറത്തു വരും. മാത്യു കുഴൽനാടൻ ഇന്ന് വലിയ ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത്. ഈ വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ CPMന് ഇതിനെ ഒരിക്കലും വിശദീകരിക്കാൻ കഴിയാത്ത പരിതസ്ഥിതി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടോ? അതോ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു അന്തിമ വിധിയല്ല, ഇതിന് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ CPMന് മുന്നിൽ അവശേഷിക്കുന്നുണ്ട്?
മധു, ഇതില് ഈ ചർച്ച മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ച സെലക്റ്റീവ് ആണെന്ന് പരാതിപ്പെടുന്ന LDFന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം പോലും സെലക്റ്റീവ് ആണെന്നുള്ള കാര്യം അദ്ദേഹം ശ്രദ്ധിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നു. ഇവിടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പ്രതികരണം ഇല്ലാതെ പോകുമ്പോൾ മറ്റു മുഴുവൻ ആളുകൾക്കും, പ്രതിപക്ഷം എന്ന് പറയുന്ന പക്ഷത്തുള്ള മാധ്യമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, പൊതുജനം, ഇവർക്ക് എല്ലാവർക്കും ഇതിലൊരു പ്രതികരണമുണ്ട്. അത് ഇവർ മനസ്സിലാക്കാതെ പോവുക. ഇവിടെ CPMന് പ്രതികരണം ഇല്ലാതെ പോകുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം ഇവർ പറഞ്ഞിട്ടുള്ള, നാളിതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ ഓരോന്നും കയ്യോടെ പിടിക്കപ്പെട്ടതിന് തുല്യമാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഹൈക്കോടതി വിധി പുറത്ത് വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ളത്. പാർട്ടി പറഞ്ഞ കുറേ കള്ളങ്ങളുണ്ട്. ഒന്നാമത്തത്, വീണ വിജയൻ CMRL കമ്പനിയുമായിട്ട് കരാർ വെച്ച് സേവനം കൊടുത്തു. എന്ത് സേവനമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സേവനം കൊടുത്തു എന്ന് പാർട്ടി പറയുന്നു. അതൊരു കള്ളമാണ്. വേറെ ഒരു സേവനവും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് സേവനം എന്ന് ഇവർക്ക് ഇപ്പോഴും പറയാൻ പറ്റാത്തത്. അത്രയ്ക്ക് രഹസ്യമായിട്ടുള്ള സേവനമാണോ കൊടുത്തതെന്ന് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ട ഘട്ടത്തിൽ നിൽക്കുന്നത്. രണ്ടാമത്, വീണയെ കേട്ടില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ നിരന്തര ആക്ഷേപവും ആരോപണവും. 2021 ജനുവരി 29 മുതൽ നാളിതുവരെ 15-ലധികം പ്രാവശ്യം ROCയും SFIOയും വീണയുമായി ബന്ധപ്പെട്ട്, വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരന്തര കത്തിടപാടുകൾ നടത്തുന്ന ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് 2022 7-ാം മാസം 22-ാം തീയതി വീണ തന്നെ നേരിട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് ഹാജരായി ROCക്ക് മുമ്പിൽ മറുപടി കൊടുത്ത സാഹചര്യമുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് പാർട്ടിയുടെ നേതാക്കന്മാർ, ചാനൽ ചർച്ചയ്ക്ക് വരുന്ന പ്രതിനിധികളൊക്കെ വീണയുടെ ഭാഗം കേട്ടില്ല എന്നുള്ള കള്ളം പറഞ്ഞത്. അടുത്തത്, സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു എന്നാണ്. ഓരോ ഘട്ടത്തിലും വീണയ്ക്കും വീണയുടെ കമ്പനിക്കും പറയാനുള്ള കാര്യങ്ങൾ കേട്ടിരുന്നു, അത് തൃപ്തികരമല്ലായിരുന്നു, അവാസ്തവമായിരുന്നു എന്നുള്ള രേഖകൾ പുറത്തു വന്നു. അപ്പോൾ ആ കള്ളവും പിടിക്കപ്പെട്ടു. അടുത്തത്, രേഖയുണ്ട് എന്ന. AK ബാലൻ തൊട്ട് MV ഗോവിന്ദൻ വരെയുള്ള സർവ്വ CPM നേതാക്കന്മാരും പറയുന്നത് രേഖയുണ്ടെന്ന. ആ രേഖ ഇതുവരെ പുറത്തു പറയാൻ പറ്റാത്തതും വിടാൻ പറ്റാത്തതും അതൊരു കള്ളമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അടുത്ത, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് അകത്ത് പറഞ്ഞ കുറെ കള്ളങ്ങളുണ്ട്. ഒന്നാമത്തത്, ജയ്ക്ക് ബാലകുമാർ എന്ന് പറഞ്ഞ മെന്റർ, അങ്ങനെ ഒരു മെന്റർ തന്റെ മകളുടെ കമ്പനിക്ക് ഇല്ല എന്ന് പറഞ്ഞു. അതിന് തൊട്ട് പിന്നാലെ ആ കമ്പനിയുടെ വെബ്സൈറ്റ് ഡൗൺ ആകുന്നു, മെന്ററുടെ പേരില്ലാതാകുന്നു. അതൊരു കള്ളമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. മകന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തർക്ക വിഷയമാണെങ്കിലും ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് ബാംഗ്ലൂർ പോയി IT കമ്പനി തുടങ്ങി എന്ന് പറയുന്ന ഒരു കള്ളം. അതിനുശേഷം കാനഡയിൽ പുതിയ IT കമ്പനി തുടങ്ങി. പെട്ടെന്ന് മാധ്യമ വാർത്ത വന്നതിന് ശേഷം, ഈ ഇന്നലെക്ക് ശേഷം അവിടെ ആ കമ്പനിയുടെ ഡയറക്ടറുടെ പേര് മാറ്റുന്നു, കമ്പനിയുടെ അഡ്രസ്സ് മാറ്റുന്നു, മറ്റു കാര്യങ്ങളൊക്കെ മാറ്റുന്ന തിടുക്കപ്പെട്ട പണിയാണ് കാനഡയിൽ പോലും നടത്തുന്നത്. അപ്പോൾ മറ്റൊരു കള്ളം പിടിക്കപ്പെട്ടു. അടുത്തത്, എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന്. അദ്ദേഹം കൈകൾ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൈ ശുദ്ധമായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ല എന്നുള്ള പൊരിഞ്ഞ കള്ളവും കേരളം പിടിക്കപ്പെട്ടു. മടിയിൽ കനമുള്ളത് കൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ മകൾ അന്വേഷണത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട്, തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് കോടതി വരാന്ത കയറി ഇറങ്ങി നടക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലിരിക്കുന്ന KSID ഈ പറയുന്ന കമ്പനീസ് ആക്ടിലെ 210 പ്രകാരം അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ മറ്റൊരു അന്വേഷണം കൂടി വേണ്ടതില്ല എന്നൊരു നിയമ സാഹചര്യമുണ്ടെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്കതിനെ എതിർക്കാമല്ലോ. അങ്ങനെ ഒരു നിയമം അവർക്ക് നൽകുന്ന അവകാശമല്ലേ അത്? അങ്ങനെ നാട്ടിലുള്ള മുഴുവൻ ഏജൻസിയും കൂടി വന്ന് അന്വേഷിക്കട്ടെ, അവിടെ എല്ലാ കോടതി വരാന്തയിലും ഞാൻ പോയി നിൽക്കാം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ സ്വയം ഇരയായി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമൊന്നുമില്ലല്ലോ. അല്ല മാധു, ഇത് മാധുവോ ഞാനോ ഈ പാനലിൽ സംസാരിക്കുന്ന സുരേഷ് അടക്കമുള്ള ആളുകളല്ലല്ലോ പറഞ്ഞത്. ഏത് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു, ഏത് ഏജൻസി വേണമെങ്കിലും വന്നോട്ടെ, ഞങ്ങളുടെ മടിയിൽ കനമില്ല, കൈകൾ പരിശുദ്ധമാണ് എന്ന് പറഞ്ഞ ആളുകൾ അന്വേഷണത്തെ നേരിടണ്ടേ? അത് ഒരന്വേഷണം നടക്കുമ്പോൾ മറ്റൊന്ന് പാടില്ല. ഏത് അന്വേഷണം വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, SFIO വേണ്ട, SFIയുടെ സംസ്ഥാന സെക്രട്ടറി മതി എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ് ഒന്നും പാടില്ല. അന്വേഷണത്തെ നേരിടണം, രേഖകൾ കൊടുക്കണം. ഇതുവരെ അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഈ ഓരോ ഘട്ടത്തിലും അന്വേഷണം മുമ്പോട്ട് പോകുന്നത്. അതിന് എന്തിനു ഭയക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അടുത്തത്, ഇവർ പറയുന്നത് മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന എന്ന് നമ്മൾ ആരും പറഞ്ഞതല്ല, ഇവർ പറഞ്ഞതാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വേട്ടയാണ് എന്ന് പറയുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ എന്താ? എക്സാലോജിക് മൈനസ് പിണറായി വിജയൻ = 0 എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താ? എക്സാലോജിക് = പിണറായി വിജയൻ എന്നല്ലേ മാത്സിലെ തിയറി പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി പിണറായി വിജയനെതിരായിട്ടുള്ള വിധിയാണ്. മകളുടെ പേരിൽ കറക്ക് കമ്പനി സൃഷ്ടിച്ചുകൊണ്ട് കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന, അഴിമതി നടത്തുന്ന പിണറായി വിജയനെതിരെയുള്ള വിധിയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് പ്രതികരിക്കാൻ പറ്റാത്തത്. ഒന്നുകിൽ ഇവർ ഇങ്ങനെ തേഞ്ഞരഞ്ഞ് മെഴുകി പ്രതികരണ ശേഷി ഇല്ലാത്തവരായിട്ട് മാറി, അല്ലെങ്കിൽ കേരളയിൽ വിൽക്കാൻ പോയ അപ്പം വിൽക്കാൻ പറ്റാതെ അത് അണ്ണാക്കിൽ കുടുങ്ങിയിട്ടായിരിക്കും CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇന്നും മിണ്ടാൻ പറ്റാതെ വന്നത്.
ശരി ശ്രീ ജിൻഡോ, കടുത്ത ആരോപണമാണ്. ശ്രീ വി കെ സരോജ്, ഈ SFIO കോടതിയിൽ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, ഇതൊരു സുതാര്യമായ പണമിടപാടല്ല, നിയമപരമായ കരാർ ഉണ്ടാക്കിയിട്ടില്ല, ഇത് കള്ളപ്പണം വെളുപ്പിക്കലാണ്, ഇത് അഴിമതിയാണ്, ഇതിൽ അന്വേഷണം വിവിധ ഏജൻസികളുടേത് ആവശ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ ROC രേഖകൾ ആവശ്യപ്പെട്ടിട്ട് നൽകിയിട്ടില്ല എന്നാണ് കർണാടക ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. ഒരു രേഖയും ആവശ്യപ്പെട്ടിട്ടില്ല. അതായത് എന്തു സേവനം എന്ന ചോദ്യത്തിന് സേവനം തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ്. SFIO അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഹർജി നൽകിയത് ROC അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ROC ആണ് പറയുന്നത് സേവനം എന്താണെന്ന് ചോദിച്ചിട്ട് അതിന്റെ ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല, ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ഈ ROC ഹൈക്കോടതിയിൽ ഇന്ന് കാര്യം പറഞ്ഞു എന്നൊക്കെ ആരാ ഇവിടെ അവതരിപ്പിക്കുന്നത്? ഇവിടെ കുറച്ച് മാധ്യമങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ROC പറഞ്ഞ രേഖകൾ കൊടുത്തിട്ടുണ്ടെന്നും ROCയുടെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും പറയുന്നു. അതുമാത്രമല്ല 3 ROC. അപ്പോൾ അതിനകത്ത് ബാംഗ്ലൂർ ROCയുമായി ബന്ധപ്പെട്ട ഒരു രേഖയാണ് കേരളത്തിലെ ഒരു മാധ്യമം പുറത്തുവിട്ടത്. ആ മാധ്യമത്തിൻ്റെ താല്പര്യം എന്താണെന്നും ആ മാധ്യമം ആരുടെ ഉടമസ്ഥയിലാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ 3 ROCമാർ അന്വേഷിക്കുന്ന ഒരു കാര്യം, ഒരു ROC അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് അന്വേഷണ റിപ്പോർട്ട് എന്ന രൂപത്തിൽ കുറേ ദിവസങ്ങളിൽ ചർച്ച സംഘടിപ്പിച്ചല്ലോ. ആ റിപ്പോർട്ടിന് എന്തെങ്കിലും ആധികാരികത ഉണ്ടായിരുന്നോ? ഒരു ആധികാരികതയും ഇല്ല. ഒരു DTP ചെയ്ത ഒരു പേപ്പർ പൊക്കിപ്പിടിച്ചിട്ട് ഇതാണ് ROC ഹൈക്കോടതിയിൽ കൊടുത്തത്, ആകെ പ്രശ്നമാണ് എന്ന രൂപത്തിൽ ചർച്ച നടത്തി. അതെല്ലാം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായി അവതരിപ്പിച്ചിട്ട് വലിയ രൂപത്തിൽ കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ അന്വേഷണത്തെ വേണ്ട എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു. എന്താ അതിൻ്റെ കാരണം? ഇവിടെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു കേന്ദ്ര അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, അതിന് പുറത്ത് മറ്റൊരു അന്വേഷണം കൂടി വരുന്നു. ഈ അന്വേഷണമെല്ലാം കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടിയാണ് എന്ന് ഞങ്ങൾ പറയുന്നു. ആ രാഷ്ട്രീയ താല്പര്യത്തിന് നിന്നുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എന്ന നിലയിലും ഒരു കമ്പനി എന്ന നിലയിലും അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഈ സുരേഷൊക്കെ പറയുന്ന പോലെ ഇതാ അന്വേഷണം വന്നിരിക്കുന്നു, എന്നാൽ അതിന് കീഴ്പ്പെട്ട് നിന്നോളണം. അതിനെ കീഴ്പ്പെട്ട് നിന്നോളം എന്ന് പറഞ്ഞാൽ അതിന് മറ്റെന്തെങ്കിലും തരത്തിൽ കായികമായി എതിർക്കുക, അങ്ങനെയാണ് ഈ ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വെല്ലുവിളിക്കല്ല ചെയ്യുന്നത്, നിയമപരമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ അന്വേഷണത്തെ നേരിടുന്നത്. അങ്ങനെ നേരിടാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങളാരാ? അതൊക്കെ നേരിടും. അതൊക്കെ എല്ലാ കേസിനകത്തും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട അന്തിമ വിധിയല്ല ഇത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ സുരേഷ്, കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ ഏജൻസികളെ കാണിച്ച് ഭയപ്പെടുത്തിയല്ലോ. എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്? ഈ മാധു ഉൾപ്പെടെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ച ഈ മാതൃഭൂമിയിൽ ചർച്ച സംഘടിപ്പിച്ചു, കുരുക്കെത്ര മുറുക്കി. ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തിയത്, ബിരിയാണി ചെമ്പിൽ കടത്തിയത്, കൈതോലപ്പായിൽ കടത്തിയത്, മറ്റേ കമല ഇൻ്റർനാഷണലിൻ്റെ കഥ, ഇങ്ങനെ കുറേ കഥകൾ കേരളം കേട്ടിട്ടുണ്ട്. വലിയ ഗൗരവത്തിൽ, ഇതിനേക്കാൾ ഗൗരവത്തിൽ എത്രയോ മണിക്കൂർ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായി ഇപ്പം അതെല്ലാം? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒന്നിനും കൊള്ളില്ല എന്നാണോ ഇപ്പം സുരേഷ് പറയുന്നത്? എന്തിനെങ്കിലും കൊള്ളുമെങ്കിൽ അങ്ങനെ കൊടുത്തുവിട്ട സ്വർണം ആര് കൊടുത്തുവിട്ടു, ഇവിടെ ആര് കൈപ്പറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ നിങ്ങൾ കണ്ടെത്തണ്ടേ? ഒന്നും നടന്നിട്ടില്ല. ഇത് ഇലക്ഷൻ എടുക്കുമ്പോൾ വീണ്ടും ഒരു ആരോപണം ഉന്നയിച്ച് ഇടതുപക്ഷത്തിൻ്റെ കൈകൾ ശുദ്ധമല്ല, ഇടതുപക്ഷം ആകെ കുഴപ്പക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം മാത്രമാണ്. അതുകൊണ്ട് സുരേഷ്, നിങ്ങൾ പഠിച്ച പണി 18 നോക്കിയിന്. സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറേ കാര്യങ്ങൾ ഉന്നയിക്കാനും ആ കേസിനകത്ത് കുരുക്ക് മുറുക്കാനൊക്കെ നിങ്ങളെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയോട് പോയി രാജിവെക്കാൻ പറ, എന്നിട്ട് അന്വേഷണം വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ. അല്ലാതെ എത്ര കാലം നിങ്ങൾ ഈ പുകമറ ഉണ്ടാക്കിയിട്ട് ഈ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും? ഇതും അതിൻ്റെ ഭാഗമാണ്. നിയമപരമായി നടന്ന ഇടപാടാണ്. എല്ലാം അക്കൗണ്ട് വഴി മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതുകൊണ്ട് ഇത് കിട്ടിയ അവസരമായി ഉപയോഗപ്പെടുത്തിയിട്ട് വ്യാപകമായി ചർച്ച സംഘടിപ്പിക്കലും ഇതുമായി ബന്ധപ്പെട്ട പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനകൾ വളച്ചൊടിക്കലും അതിനെ വ്യാഖ്യാനിക്കലൊക്കെ ഇവിടെ നടക്കുന്നത്. അതൊക്കെ നിങ്ങൾ നടത്തിക്കോ, പക്ഷെ ഇതൊക്കെ ജനങ്ങൾ കേട്ട് വിശ്വസിക്കും എന്ന് ആരും കരുതേണ്ടതില്ല. പിന്നെ കോൺഗ്രസ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ശ്രദ്ധയോടെ കേൾക്കുന്നത്. പക്ഷെ അങ്ങ് പറയുന്നൊരു കാര്യം, രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ്. ശ്രീ എസ് സുരേഷ് നേരത്തെ ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിലാണ് എങ്കിൽ കോടതി അത് അംഗീകരിക്കുമോ? രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ മാത്രമാണ് ROC അന്വേഷണം നടക്കുന്നതിന് മുകളിലായി SFIO അന്വേഷണം മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ അത് കോടതി അംഗീകരിക്കുമോ എന്നൊരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതിന് മറുപടി കൂടി പറയാമോ? അല്ല, കോടതിയിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നിരവധി തവണ പോകാനുള്ള അവസരമുണ്ട്.
അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇതൊരു അന്തിമ വിധിയല്ല. ഇപ്പം എം വി ഗോവിന്ദൻ മാഷ് അന്തിമമായ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. പ്രസ്താവന പുറപ്പെടുവിക്കാത്തത് ഇരട്ടത്താപ്പാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞതാണ്. ഇത് അന്തിമ വിധിയൊന്നുമല്ല. ഇത് കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഒരു വിധിയാണ്. ഇതിനപ്പുറത്ത് അവിടെ ഡിവിഷൻ ബെഞ്ചുണ്ട്, സുപ്രീം കോടതി ഉണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. ഉണ്ട്. പക്ഷെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ മുന്നിൽ, അത് കോടതിയുടെ ഏത് ബോഡി ആണെങ്കിലും അല്ല, ശ്രീ വി കെ സുരേഷ്, നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു വിധി, അതിന് മുകളിൽ ഒരു വിധി വരാത്തിടത്തോളം അന്തിമമാണ്. അതിന് മുകളിൽ ഒരു വിധി വരണമോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിച്ചാൽ മാത്രമേ ഇതിപ്പോൾ അന്തിമ വിധി അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വിധി ഇതാണ്. അതിനെ നമുക്ക് അവിശ്വസിച്ച് മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് ഈ നിയമത്തിൽ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ കഴിയുക? കോടതി വിധിയിൽ അവിശ്വസിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. ഇവിടെ ആരെങ്കിലും കോടതി വിധിയിൽ അവിശ്വസിക്കുന്നു പറഞ്ഞോ? കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സമർപ്പിക്കാനുള്ള അവകാശം ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്. ആ കക്ഷികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകും. അവിടെ ഇത് അന്തിമ വിധിയല്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ലേ? അങ്ങനെ ഇല്ലാതെ മാധുരം പറയാൻ കഴിയും? ഇല്ല, നമുക്ക് അന്തിമ വിധിയല്ല എന്ന് പറയാൻ കഴിയും. അന്തിമ വിധി അല്ല എന്ന് ഉറപ്പായും പറയാൻ കഴിയും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയ താല്പര്യം ആണ് എന്ന് പറയുമ്പോൾ, അങ്ങനെ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് നമ്മുടെ ഒരു നിയമവ്യവസ്ഥയിൽ, നമ്മുടെ ഒരു ഹൈക്കോടതിയിൽ ചെന്നാൽ അത് അംഗീകരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ഇത് രാഷ്ട്രീയ താല്പര്യമല്ല എന്ന് ഇതിപ്പോ എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയിട്ട് അവരുടെ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നത് അതിപ്പോ ഈ രാജ്യത്ത് ആർക്കാണ് അക്കാര്യത്തിലൊക്കെ സംശയമുള്ളത്? മാധു ചിലപ്പോൾ സംശയം ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ഈ ചർച്ച നയിക്കണമല്ലോ. ഇപ്പൊ മാതൃഭൂമിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവതാരിക്കാൻ നിലയിൽ നിങ്ങൾ ആ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യവും ഉത്തരവുമാണ് ശ്രീ വി കെ സുരേഷ്. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിന് കർണാടക ഹൈക്കോടതി നിന്നു കൊടുത്തു എന്നാണോ അങ്ങ് പറയുന്നത്? കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിന് അന്വേഷണ ഏജൻസികൾ പലതും കോടതിയിൽ സമർപ്പിക്കുന്നു. അപ്പൊ കോടതി അതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ വിധിയെ ചോദ്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അവകാശം നിയമപരമായി ബന്ധപ്പെട്ട കക്ഷികൾക്കുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട കക്ഷികൾ അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തും. അപ്പൊ ഇത് അന്തിമ വിധിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന പോലെ, നിങ്ങൾ അതിനെ ആ വിധിയെ എടുക്കുന്ന പോലെ ഞങ്ങൾ എടുക്കാൻ തയ്യാറല്ല, ജനങ്ങൾ അങ്ങനെ എടുക്കുന്നില്ല, നിങ്ങൾക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇതാ ഈ വിധിയെ ആഘോഷിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വിധി നിങ്ങൾ ആഘോഷിക്കും. രാജ്യത്തിന്റെ ആകെ താല്പര്യം ഉള്ള ഒരു വിധി ഇന്നലെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. നിങ്ങളുടെ താല്പര്യം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്, ഇടതുപക്ഷ വിരുദ്ധതയാണ്. അതുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കും. അത്രയേ ഉള്ളൂ. അതെന്റെ അഭിപ്രായമാണ്. അവസരമുണ്ടാകുമല്ലോ. ഈ മൂന്ന് പാർട്ടിയുടെയും പ്രതിനിധികൾ ഇവിടെ ഇരിക്കുമ്പോൾ അവരോടെല്ലാവരോടും നിങ്ങളുടെ താല്പര്യം എന്താണ് എന്നത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ആരെയും പ്രീണിപ്പിക്കുന്ന ഒരു ചോദ്യവും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ താല്പര്യം എന്ന CPM-ന്റെ ആരോപണം വാലിഡ് ആകുന്ന സാഹചര്യം അതല്ലേ എന്നാണ് ഞാൻ ശ്രീ എസ് സുരേഷിനോട് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രീണിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുമ്പോൾ തന്നെ അങ്ങേയും അങ്ങയുടെ പാർട്ടിയും പ്രീണിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം കൂടി എടുക്കാൻ കഴിയും. അങ്ങനെയേ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുള്ളൂ. അതിൽ അങ്ങേക്ക് തർക്കമുണ്ടായിരിക്കാം. ഒരു പ്രീണനവും ഈ പാർട്ടിക്ക് ആവശ്യമില്ല. അല്ല, നിങ്ങളെ ഒരു ചാനലിന്റെയും പ്രീണനം ആവശ്യമില്ല. അല്ല, ഈ ചാനലുകളൊക്കെ അങ്ങനെ പ്രീണനം വെച്ച് നീട്ടുന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാനലുകളൊക്കെ ആയിരിക്കാം. ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ പ്രീണിപ്പിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. അതിനിവിടെ ഉദ്ദേശവുമില്ല. ഞാൻ ശ്രീ എസ് സുരേഷിനോട് CPM-ന്റെ ആരോപണം, അതിൽ നിങ്ങൾ സംശയിക്കപ്പെടുന്ന തലം ആണ് ചോദിക്കുന്നത്. അങ്ങയോടും അങ്ങനെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. അല്ലാതെ ഇതൊരു BJP-യുടെ രാഷ്ട്രീയ താല്പര്യം അല്ലേ ശ്രീ വി കെ സനോജ് എന്ന് ചോദിച്ച് അങ്ങയെ വളരെ സുരക്ഷിതമായ തലത്തിൽ ഇരുത്തി ഉത്തരം ചോദിക്കാനൊന്നും കഴിയില്ല സാർ. അങ്ങ് ക്ഷമിച്ചു പോകണം. ശരി, ശ്രീ എസ് സുരേഷ്, ആവർത്തിച്ച് പറയുന്ന കാര്യം, പറയുന്ന കാര്യം അങ്ങേക്ക് ആവശ്യവുമില്ല, അതിൽ നിന്ന് നൽകാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവിടെയാണല്ലോ നമ്മൾ തമ്മിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആളുകൾക്ക് ദഹിക്കുന്നതാകുന്നതും ആളുകൾക്ക് സ്വീകാര്യമാകുന്നതും. അങ്ങനെയാണ് ചർച്ച മുന്നോട്ട് പോകേണ്ടത്. അങ്ങേക്ക് ആവശ്യവുമില്ല, ഇവിടെ ഒട്ടും നിൽക്കുന്നുമില്ല, അങ്ങേക്കത് ആവശ്യവുമില്ല, അങ്ങേക്കത് ആവശ്യവുമില്ല, ഇവിടെ മുന്നോട്ട് വെക്കുന്നുമില്ല. അവിടെയാണ് ഈ ചർച്ചയുടെ സാധ്യത, അവിടെയാണ് ഈ ചർച്ചയുടെ ജനാധിപത്യം. അങ്ങ് ഈ ചർച്ച ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കതിൽ നന്ദിയുമുണ്ട് ശ്രീ വി കെ സനോജ്. പക്ഷപാതപരമായ ഇടപെടലാണ്. ശരി, ഓക്കെ, അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ശരി.
ശ്രീ എസ് സുരേഷ്, ഞാൻ അങ്ങോട്ട് 2-3 തവണ ചോദിക്കാൻ വന്ന് പിന്നെ പോയതാണ്. ശ്രീ എസ് സുരേഷ്, രാജ്യത്തെ ഏജൻസികളെ അപ്പാടെ BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന വിമർശനം CPM-ന്റേത് മാത്രമല്ല പ്രതിപക്ഷ ചേരിയിലുള്ള മുഴുവൻ പാർട്ടികൾക്കും ആരോപണമുണ്ട്. SFIO, ROC ഇതെല്ലാം ആ പട്ടികയിൽ ചേർക്കപ്പെടുകയാണ്. അങ്ങനെ നിങ്ങളുടെ താല്പര്യമനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഏജൻസികൾ കൊണ്ടുപോയി കൊടുക്കുന്ന വ്യാജരേഖകളാണ് ഈ വിധികളുടെയൊക്കെ അടിസ്ഥാനമായി ഭവിക്കുന്നത് എങ്കിൽ മാധു, ഞങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ താല്പര്യം. രാജ്യത്തിൻ്റെ പൊതുമുതൽ അധികാര സ്ഥാനത്തിരുന്ന് മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും പാർട്ടിക്കാരെ കൊണ്ടും കട്ടുതിന്നുന്ന കള്ളന്മാർക്കെതിരായി ഈ രാജ്യത്ത് ദശാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്ന അമിത്ഷായുടെ സ്വത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അമിത്ഷായുടെ മകന്റെ സ്വത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ആരാ കട്ടതെന്ന്. സനോജെ, നമ്മൾ തമ്മിൽ തർക്കിച്ച് കൂകി വിളിക്കാനാണെങ്കിൽ ഞാനും അല്പം പോലും പുറകിലല്ല. നമുക്ക് അല്ലാതെ തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും ഊഴത്തിൽ നമ്മൾക്ക് പറയാനുള്ളത് പറഞ്ഞു പോകാമല്ലോ, അതല്ലേ നല്ലത്. ശരി, അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ജയിലിൽ അടയ്ക്കാനുള്ള നിയമം നരേന്ദ്രമോദി വന്നതിന് ശേഷം കൊണ്ടുവന്നതല്ല, ഈ രാജ്യത്ത് കാലങ്ങളായിട്ട് നിലനിന്നതാണ്. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആരെയും കക്കാനും അനുവദിക്കില്ല, കട്ടു തിന്നത്തുമില്ല എന്നുള്ള ഒരു അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തപ്പോൾ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പല നേതാക്കന്മാരും ഇതുപോലെ അഴി എണ്ണുന്ന അവസ്ഥയിലും സമൻസ് കൈപ്പറ്റുന്ന അവസ്ഥയിലും ഒക്കെ എത്തി എന്നുള്ളത് ഈ രാജ്യത്തിലെ ജനത ഈ അന്വേഷണ ഏജൻസികളുടെ പുതിയ ഡൈനാമിക് ആയിട്ടുള്ള ഈ മൂവ്മെൻറ്റിനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. കാരണം രാജ്യത്തെ കട്ടുമുടിച്ച് കുടുംബം വളർത്താൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ടുള്ളൊരു മുന്നേറ്റമാണ്. ആ മുന്നേറ്റം ഇനിയും ശക്തമായി മുന്നോട്ട് പോകും, ഒരു പശ്ചാത്താപവും ഇല്ല. ഇവിടെ ശ്രീ സനോജ് ഇവിടെ പറഞ്ഞു അന്തിമ വിധി വന്നില്ലല്ലോ എന്നുള്ളതാണ് സനോജിൻ്റെ ഏക ആശ്വാസം. സനോജെ, ഈ അന്തിമ വിധി എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസത്തിൻ്റെ അവസാനമായിരിക്കും, അതൊരു ദുരന്തമായിരിക്കും. ആ അന്തിമ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ ചാനൽ ചർച്ചയിൽ വരാൻ പോലും ഈ കേരളത്തിൽ ആരും മെനക്കെടില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഗതികെട്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഏക ഛത്രാധിപതിയെപ്പോലെ വാഴുന്ന ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവും ആ വ്യക്തിയുടെ താല്പര്യവും മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള കുറേ ആൾക്കാർ വളഞ്ഞിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് CPM എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ അധപ്പതിച്ചിരിക്കുന്നു. അങ്ങനെ അധപ്പതിച്ച ഈ CPM-ൻ്റെ അന്തിമ വിധി എന്ന് പറയുന്നത് അതിഗുരുതരമായൊരു ദുരന്തമായിരിക്കും CPM-നെ സംബന്ധിച്ചിടത്തോളം. അതേ സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാവിയെ സംബന്ധിച്ച് ശുഭകരമായൊരു പ്രതീക്ഷയും ആയിരിക്കുമെന്ന് സനോജിനെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എനിക്ക് സനോജിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങ് കർണാടകയിൽ എക്സാലോജി കമ്പനി ഉണ്ടാക്കാനും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ കർണാടകയിൽ തന്നെ പോയി, ഇനി അവിടെ ചെന്നിട്ട് അവിടെ ഈ ഹൈക്കോടതിയുടെ വിധി വാങ്ങാൻ വേണ്ടിയും കർണാടകയിൽ തന്നെ പോയി, എന്താ കേരളത്തിലെ ഹൈക്കോടതിയിൽ പോകാത്തത്? KSIDCയുടെ വിധി വന്ന സമയത്ത് അറിയാമായിരുന്നു അല്ലേ? ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വിധി കിട്ടില്ല എന്ന് KSIDCയുടെ വിധി വന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ കർണാടകയിലേക്ക് പോയി. കർണാടകയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? അടിയല്ലേ, ഇരട്ട പ്രഹരമല്ലേ പിണറായി വിജയനും മകൾക്കും കിട്ടിയിരിക്കുന്നത്, CPM-ന് കിട്ടിയിരിക്കുന്നത്. MV ഗോവിന്ദനല്ലേ ഈ നാട്ടിൽ പറഞ്ഞത് അവിടെ രേഖയുണ്ടെന്ന് പറഞ്ഞത്? അവിടുത്തെ CMR-ലും അതോടൊപ്പം തന്നെ എക്സാലോജിക്കും തമ്മിൽ രേഖയുണ്ടെന്ന് പറഞ്ഞത് വീണ വിജയനല്ല, നിങ്ങളുടെ MV ഗോവിന്ദനാണ് പറഞ്ഞത്. ആ രേഖ ഞങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞത് നിങ്ങളുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ ബാലനാണ് പറഞ്ഞത്. ആ രേഖ എല്ലാവർക്കും ബോധ്യപ്പെട്ട രേഖയാണ്. ഞാൻ ഇവിടുത്തെ സനോജിനെ വെല്ലുവിളിക്കുന്നു, DYFIയുടെ സംസ്ഥാന നേതാവെന്ന നിലയിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ വീണ വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ് പിണറായി വിജയൻ്റെ മകളും CMR-ലും തമ്മിലുള്ള എന്തെങ്കിലും ഒരു രേഖയുടെ ഏതെങ്കിലും ഒരു സെറോക്സ് കോപ്പി, ഈ അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു കോപ്പി നിങ്ങൾക്ക് ഇവിടെ കാണിക്കാനുണ്ടോ? നിങ്ങൾ ഹൈക്കോടതിയിൽ അത് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എന്നാ രേഖ ഒപ്പുവെച്ചത്? ആ രേഖയുടെ കണ്ടീഷൻ എന്താണ്? അതിൽ നിന്ന് വീണ വിജയന് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്താണ്? എന്തൊക്കെ സേവനങ്ങൾ ചെയ്തു? 1 2 3 4 പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഒരു രേഖയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലോ കോടതികൾക്ക് മുമ്പിലോ ROCയുടെ മുമ്പിലോ തർക്കപരിഹാര ഫോറത്തിൻ്റെ മുമ്പിലോ ഇന്നേ വരെ വെക്കാൻ സാധിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു രേഖ കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ KSIDC വച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ വിധി തിരിച്ചാകില്ലായിരുന്നോ?
എന്തെങ്കിലും ഒരു രേഖ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ നിങ്ങളുടെ വീണാ വിജയൻ വച്ചിരുന്നുവെങ്കിൽ വീണാ വിജയൻ അനുകൂലമായി ഒരു വാക്കെങ്കിലും അതിലുണ്ടായില്ലായിരുന്നോ? നിങ്ങളുടെ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന സമയത്ത് ഈ രേഖ ഉണ്ടാക്കാൻ വേണ്ടി സമയം കളഞ്ഞില്ല. കിട്ടുന്നതെല്ലാം ഇങ്ങ് പോന്നോട്ടെ എന്ന് പറഞ്ഞ് അധികാരത്തിൻ്റെ മത്തിൽ വാഴുന്ന ഒരു കുടുംബം ഇങ്ങനെ വെട്ടിച്ചു. അതിന് രേഖ ഉണ്ടാക്കാൻ അപ്പോൾ മറന്നുപോയി. അത് ഞങ്ങളുടെ കുഴപ്പമല്ല സനോജെ. ഡിവൈഎഫ്ഐക്കാരെങ്കിലും വീണാ വിജയന് ഇതിനൊക്കെ രേഖ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ സേവനത്തിനായിട്ട് വിട്ടുകൊടുക്കണമായിരുന്നു. ഒറ്റ മിനിറ്റ് ഞാൻ ഒറ്റ കാര്യം ഞാൻ അങ്ങയിലേക്കും ശ്രീ ജിൻഡോയിലേക്കും വരാം. പക്ഷെ അതിനു മുമ്പ് നേരത്തെ ശ്രീ വി കെ സനോജ് പറഞ്ഞു ROCയുടെ റിപ്പോർട്ടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ കള്ളമായി പ്രചരിപ്പിച്ചു എന്ന് പറയുന്നത്. ശ്രീ എസ് സുരേഷ് പറയുകയാണ് എന്തെങ്കിലും ഒരു കാര്യം ROCക്ക് മുന്നിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്വേഷണം ഇങ്ങനെ പോകില്ലായിരുന്നു എന്ന് ശ്രീ വി കെ സനോജ്. അതായത് ഈ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡിനോട് ROC എറണാകുളം വിശദീകരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വളരെ വേഗമായ വളരെ ഇവാസീവായിട്ടുള്ള ഒരു മറുപടിയാണ്. അതവിടെ ഇരിക്കട്ടെ, KSIDCയോട് ചോദിച്ചിട്ട് മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിന്റെ കോപ്പി. എനിക്ക് അത്യാവശ്യം വായിക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. അത് 12/1/2024 കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെതായി പുറത്തു വന്ന അവരുടെ ഹെഡർ അടക്കം പുറത്തു വന്ന രേഖയാണ്. അതിൽ പറയുന്നത് KSIDC മിണ്ടിയിട്ടില്ല, CMRL ആണെങ്കിൽ അവ്യക്തമായ മറുപടിയാണ് നൽകിയത് എന്നുള്ളതാണ്. ശ്രീ എസ് സുരേഷൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒന്ന് പറയാനോ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാനോ ഉണ്ടായിരുന്നെങ്കിൽ ഈ അന്വേഷണം ഇങ്ങനെ പോകുമായിരുന്നു എന്ന്. മാധു, ഞാൻ ഒരു ചോദ്യം കൂടെ അതിന്റെ കൂടെ ചോദിച്ചോട്ടെ. ഞാൻ ശ്രീ സനോജ്, ഇനി നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് പോ. നിങ്ങളുടെ ഗോവിന്ദൻ മാഷ് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ താങ്കൾ ഈ ചർച്ചയിൽ വന്ന ചില ഉത്തരങ്ങൾ പറയാനാണല്ലോ. ഞാൻ ചോദിക്കുന്നു, ROC ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല, വീണാ വിജയൻ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്ന ROCയുടെ റിപ്പോർട്ട് വന്ന സമയത്ത് എന്തേ MV ഗോവിന്ദനും വീണാ വിജയനും പിണറായി വിജയന്റെ കുടുംബവും ഹൈക്കോടതിയിൽ പോയില്ല? ആ പരാമർശം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കോടതിയിൽ പോകാൻ തയ്യാറാകാത്തത് തീർന്നില്ല. ഒന്നുകൂടെ ഉണ്ട്. ആദായ നികുതി തർക്ക പരിഹാര ഫോറം ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോടതിയിൽ പോകാൻ സാധിച്ചില്ല? ഇപ്പോൾ SFIO നിങ്ങളുടെ വീണാ വിജയനെ സമൻസ് അയച്ച് അറസ്റ്റ് ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് മാധു, ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പോൾ SFIO നിങ്ങളുടെ വീണാ വിജയന് സമൻസ് അയച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ പോലും സാധ്യതയുണ്ട് എന്ന ഭയം വന്നപ്പോൾ വിറച്ച് വിയർത്ത് ഓടിച്ചെന്ന് ഹൈക്കോടതിയിൽ ഇത് റദ്ദ് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് ഇവിടെ വന്ന് വലിയ ആദർശവും വിപ്ലവവും ഒന്നും പ്രസംഗിക്കരുതേ എന്റെ പ്രിയപ്പെട്ട DYFI നേതാവേ. എനിക്ക് ജിൻഡോയിലേക്ക് പോകണം, ഞാൻ താമസിച്ചു. അതിനു മുൻപ് ശ്രീ സനോജ്. ശ്രീ വി കെ സനോജ് കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ചോദ്യം കേട്ടിരുന്നു അങ്ങ്? അല്ല, ROC അന്വേഷണം, അതെ ROC അന്വേഷണവുമായി സഹകരിച്ചില്ലാതാണോ നിങ്ങൾ ഇപ്പൊ പറയുന്നത്? അല്ല, ROC ആവശ്യപ്പെട്ട രേഖകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് വീണാ വിജയൻ. ഹലോ, എനിക്ക് കൃത്യമായി കേൾക്കാം. അതെ, ഞാൻ പറഞ്ഞത് ROC അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്നാണോ ഇപ്പൊ നിങ്ങൾ ആരോപിക്കുന്നത്? അല്ല, ആ ചോദ്യം അങ്ങനെ ആയിരുന്നില്ല. അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ട്. ROC അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ROC തന്നെയാണ്. സഹകരിച്ചിട്ടുണ്ട് എന്ന ഒരു കക്ഷിയല്ലല്ലോ പറയേണ്ടത്, അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരല്ലേ. ഇപ്പൊ നമ്മൾ ഒരു കേസിൽ പ്രതി ചേർക്കുകയാണ് ഒരാളെയെങ്കിൽ അയാളല്ലല്ലോ ഞാൻ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്ന് പറയേണ്ടത്, പോലീസാണല്ലോ. അതുപോലെ ROC ആണ് പറയുന്നത് ഈ റിപ്പോർട്ടിൽ. ഞാൻ അങ്ങനെ അത് വായിച്ചു കേൾപ്പിച്ചു. സഹകരിച്ചിട്ടില്ല, KSIDC മിണ്ടിയിട്ടില്ല, CMRL വളരെ വേഗമായിട്ടുള്ളൊരു ഉത്തരമാണ് നൽകിയത് എന്ന്. അപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എക്സാലോജിക്കിനോട് നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത് പിന്നീട് തെറ്റാണ് എന്ന് തെളിയുകയും ചെയ്തു. അങ്ങനെ ROCയുമായി സഹകരിച്ചിട്ടില്ല എന്ന് SFIO പറഞ്ഞതിന് പ്രകാരമാണ്, അങ്ങനെയാണെങ്കിൽ മറ്റൊരു അന്വേഷണം കൂടിയാകാം എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി വന്നത് എന്നാണ്. അല്ല, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള മറുപടി അവർ കിട്ടണമെന്നില്ല. ഇവിടെ കൃത്യമായ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ROC അല്ല ഏത് ഏജൻസി ആയി കഴിഞ്ഞാലും ഇവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഇവരുടെ കയ്യിലുള്ള രേഖകൾ സമർപ്പിക്കും. ഇനി അതിന്മേൽ നിയമപരമായ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുമോ അതൊക്കെ കേന്ദ്ര ഏജൻസികൾക്കും ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കും എടുക്കട്ടെ. നിങ്ങളിപ്പോ
അല്ല പറയട്ടെ അല്ല, രേഖകളൊന്ന് പറയൂ. രേഖകൾ പറയൂ. നിങ്ങൾ വീണാ വിജയന് വേണ്ടി ചർച്ചയിൽ വന്നിരിക്കുന്ന ആളല്ലേ? രേഖകളൊന്ന് പറയൂ. അതിലുള്ള കണ്ടന്റ് ഒന്ന് വായിക്കൂ. ആവശ്യപ്പെട്ട രേഖകൾ ഏതൊക്കെ? അല്ല, താങ്കൾ ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയും. അതെ, പറയൂ. നിങ്ങൾ ചോദ്യം ഉത്തരം പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. അതൊക്കെ RSS ശാഖ ചോദിച്ചാൽ രേഖകൾ പറഞ്ഞാൽ രേഖ എന്താണ് എന്ന് പ്രേക്ഷകരോട് പറഞ്ഞാൽ മതി. ഏത് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്ത് രേഖ? ആ രേഖയിൽ എന്താ ഉള്ളത് പറയാമോ? വെല്ലുവിളിക്കുന്നു. വെല്ലുവിളി തന്നെയാണ്. പ്രതിനിധി വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പൊ ഏറ്റെടുക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ BJP ഓഫീസിൽ വിളിച്ചാൽ മതി. ഞാൻ പറയുന്നത് ROC ആവശ്യപ്പെട്ട രേഖകൾ കൊടുത്തിട്ടില്ലെങ്കിലോ, ROCയുമായി സഹകരിച്ചിട്ടില്ലെങ്കിലോ, കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ചിട്ടില്ലെങ്കിലോ അതിന്മേലുണ്ടാവുന്ന നടപടികൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൈക്കൊള്ളാമല്ലോ. ഇവിടെ ROCയുമായി സഹകരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ച് നിങ്ങൾ പറഞ്ഞ് ഈ അന്വേഷണം ശരിയായ നിലയിൽ പോകുന്നു എന്ന് നിങ്ങളങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അതല്ല, ഈ അന്വേഷണം തെറ്റായ നിലയിലേക്കാണ് പോകുന്നത് എന്നതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനുള്ള അവകാശം നിയമപരമായി ഇവർക്കുണ്ട്. ഇനി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പോലെ എന്തെങ്കിലും തരത്തിൽ കൊടുത്ത രേഖകൾ പെശകാണെങ്കിൽ, ഫേക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേൽ നടപടി വരട്ടെ. അപ്പോൾ നമുക്ക് പറയാലോ. അല്ലാതെ അതിന്മേൽ ഇപ്പോൾ തന്നെ നമ്മൾ അഭിപ്രായം പറയണം. എന്തിനാണ് നിങ്ങൾ വാശി പിടിക്കുന്നത്? നിങ്ങൾ പിന്നെ BJPയുടെ നേതാവ് പിന്നെ കള്ളപ്പണത്തെക്കുറിച്ചും അതിനത്തെക്കുറിച്ചൊക്കെ വലിയ ആദർശ വർത്തമാനല്ലേ പറയുന്നത്. നിങ്ങളിപ്പോൾ 3.5 കോടി കട്ട കേസിലാണ് RSSന്റെ അഖിലേന്ത്യാ നേതാവ്. എന്താ കണ്ണൻ അല്ലേ? ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും പറയാനില്ലല്ലോ. ഇപ്പൊ ജയ്ഷയുടെ പണത്തിന്റെ വർധനയെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? സുരേന്ദ്രന്റെ കുഴപ്പണത്തെ കുറിച്ച് എന്താ അഭിപ്രായം? നിങ്ങളിപ്പോ നാട് നീളെ വലിയ പ്രസംഗം നടക്കുകയാണ്. നിങ്ങളൊക്കെ വലിയ മാന്യന്മാരായി. ആർക്കേതൊക്കെ അറിയാത്തത്? അതുകൊണ്ട് ഭരണത്തിന്റെ മറവിൽ അന്വേഷണ ഏജൻസികളെ തെറ്റായി ഉപയോഗിക്കുന്നു, കോർപ്പറേറ്റുകളെ വമ്പിച്ച ഫണ്ടുകൾ വാങ്ങുന്നു. നിങ്ങളുടെ ഇലക്ട്രൽ ബോണ്ട് നിന്നല്ലോ ഇന്നലെ സുപ്രീം കോടതി വിധിയോടുകൂടി. എത്ര കോടിയാ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾ അടിച്ചു മാറ്റിയത്? നിങ്ങൾ ഈ പണം ഉപയോഗപ്പെടുത്തിയിട്ടല്ലേ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം മുഴുവൻ അട്ടിമറിക്കുന്നത്. പണം കൊടുത്ത് MLA-മാരെ വാങ്ങുന്നത്, പണം കൊടുത്തിട്ട് MP-മാരെ വാങ്ങുന്നത്. ഇതിന്റെ നാണമില്ലാതെ ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെ വന്ന് പറയുകയാണ്. ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കെതിരായിട്ട് കേരളം ഉയർത്തുന്ന വെല്ലുവിളി, കേരളം ഉയർത്തുന്ന പ്രതിരോധം, ആ പ്രതിരോധത്തിന്റെ കരുത്ത് കുറക്കാൻ, ആ പ്രതിരോധം ഇല്ലാതാക്കാൻ നിങ്ങൾ നടന്ന രാഷ്ട്രീയ കളിയാണ്. നിങ്ങളുടെ അയോധ്യയും നിങ്ങൾ മുന്നോട്ട് വെച്ച രാമനും ഒന്നും കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കാതെ വന്നപ്പോൾ കിട്ടിയ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പിന്നാലെ പായിയാണ്. അതൊക്കെ നിങ്ങൾ കുറെ നടത്തി നോക്കി. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ വെല്ലുവിളിച്ചല്ലോ. സ്വർണം ആരാ ഇങ്ങോട്ട് കൊടുത്തയച്ചത്? ഫൈസൽ ഫരീദ് എവിടെ? ഇവിടെ നിന്ന് സ്വർണം ഏറ്റുവാങ്ങാൻ വേണ്ടി പോയ ആളുകൾ എവിടെ? ഒന്നിനെ കുറിച്ചും നിങ്ങൾ ഒരു അന്വേഷണവും ഏജൻസിയും ഇവിടെ വന്ന് കിടന്നിട്ട് ഒന്നും നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെയാണ്. ഈ ഏജൻസികളൊക്കെ നേരത്തെ ഇതിനേക്കാൾ ഗൗരവത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. എന്തായി? അതിനെക്കുറിച്ച് ഒരാൾക്കും ഒരു അക്ഷരം പറയാനില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ചർച്ച സംഘടിപ്പിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നേരത്തെ ചോദിച്ചാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങ് നേരത്തെ അവസരത്തിലും പറഞ്ഞതുമാണ്. ഈ ROC റിപ്പോർട്ടിന്റെ അതേ വാചകങ്ങളാണ് ഞാൻ അങ്ങേ നേരത്തെ വായിച്ചു കേൾപ്പിച്ചത്. അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് അങ്ങേക്ക് BJPക്കെതിരെ ആരോപണം ഉന്നയിക്കാം. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളോ മറുപടിയോ പോലും നൽകിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ കുറിച്ച് കൂടിയാണ്. അതിൽ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. വളരെ സീരിയസ് ആയ ഒരു കാര്യം. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഭരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നൊരു പൊതുമേഖലാ സ്ഥാപനം മാറി നിൽക്കുന്നതിനെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല എന്നുള്ളത്. പിന്നീട് അങ്ങനെ ഒരു ചോദ്യമേ വരുമ്പോൾ അതും രാഷ്ട്രീയ ലക്ഷ്യം, ഇങ്ങനെ ചോദിക്കുന്നതിനെല്ലാം രാഷ്ട്രീയ ലക്ഷ്യം എന്നൊരൊറ്റ പരിചയം കൊണ്ട് നിന്നാൽ അത് വെട്ടേറ്റ് മുറിഞ്ഞു പോകും കേട്ടോ. ഇടവേള. ശ്രീ ജിൻഡോ ജോൺ, എനിക്ക് രണ്ടാം ഘട്ടത്തിൽ അങ്ങേക്ക് വരാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം ശ്രീ ജിൻഡോ. പക്ഷേ ഈ കരാറുമായി ബന്ധപ്പെട്ടത് ആദ്യം നമ്മൾ ചോദിച്ചത് എന്താണ്? CPM സംസ്ഥാന സമിതി പുറത്തിറക്കിയ ആ വാർത്താക്കുറിപ്പിനെ കുറിച്ച്. അത് വളരെ സുതാര്യമായ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്നായിരുന്നല്ലോ വ്യാഖ്യാനം. അതിനെപ്പറ്റി പിന്നീട് പുറത്തു വന്ന വാർത്തകൾ എന്തൊക്കെയാണ്? കരാർ ബോർഡിന്റെ അനുമതിയോടെയല്ല, ബോർഡ് അറിഞ്ഞിട്ടില്ല, അതിന് മിനിറ്റ്സ് ഇല്ല, സാമ്പത്തിക ഇടപാടുകൾ ഓഡിറ്റ് ചെയ്തിട്ടില്ല, അതിനു രേഖയില്ല. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നു? നിങ്ങൾക്കിത് നിയമസഭയിൽ പോലും കൃത്യമായി ഉന്നയിക്കാൻ കഴിയാതെ, ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ താല്പര്യമില്ലാതെ, മാത്യു കുഴൽനാടന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന നിലയ്ക്ക് മാത്രമാണോ നിങ്ങൾ ഇതിനെ പരിഗണിക്കുന്നത്?
മാധു, അതിലേക്ക് വരുന്നതിന് മുമ്പ് സനോജ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളോട് എനിക്ക് അഭിപ്രായമുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് വരാം. ഇവിടെ നിങ്ങൾ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സനോജിനടക്കം കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരെ ചൊവ്വേ മറുപടി പറയാൻ പറ്റാത്തൊരു വലിയ ഗതികേടാണ്. കാരണം നമ്മൾ പൊതുജനങ്ങൾ കാണുന്ന ഒരു ചർച്ചയാണല്ലോ ഇത്. അപ്പോൾ നമ്മളോട് നേരെ ചോദിക്കുന്ന ചോദ്യത്തിന് നേരെ തന്നെ ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ അതിൽ കിടന്ന് മെഴുകി പരുവാകുന്നതൊക്കെ ഒരു വലിയ പ്രയാസമാണ്. ഇത് കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള രീതിയല്ല ഡിവൈഎഫ്ഐയുടെ ഒരു യുവ നേതാവ് സ്വീകരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലാതെ എടുക്കാം. പക്ഷേ പുതിയ ക്യാപ്സ്യൂൾ നാളെ രാവിലെ 10 മണിക്കുള്ളിൽ റെഡിയാക്കാനുള്ള അധിക പണിയിലാണ് CPMന്റെ നേതാക്കന്മാർ. അത് റെഡിയായാൽ മാത്രമേ ഉത്തരം പുറത്തേക്ക് വരുള്ളൂ. അദ്ദേഹം അതിന് തെളിവായിട്ട് പറയുന്നതാണ്, DTP ആരെങ്കിലും DTP ചെയ്ത ഒരു പേപ്പർ കാണിച്ചാൽ തെളിവാകോ രേഖയാകോ ROCയുടെ റിപ്പോർട്ടും SFIO റിപ്പോർട്ടൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കർണാടക ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. DTP ചെയ്ത ഒരു പേപ്പർ രേഖയാകുമെന്ന്. പിന്നെ എന്താണ് ഒരു രേഖയായിട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടത്? വീണ വിജയൻ നേരിട്ട് ചെന്ന് പറയുന്ന കാര്യങ്ങളോ? അപ്പോൾ ഒരു കോടതിയുടെ നടപടിക്രമങ്ങളെ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തള്ളി പറയുന്നത്. DTP ചെയ്ത പേപ്പർ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ലെന്ന്. നിങ്ങൾ പറഞ്ഞ രേഖകൾ നിങ്ങൾ കൊടുക്കൂ. അവർ കൊടുത്ത രേഖകൾ തെറ്റാണെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യുന്ന രേഖകൾ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. നിങ്ങൾ പറഞ്ഞ വീണ പോയി കമ്പനിക്ക് വേണ്ടിയിട്ട് വാദിച്ചത് സ്വാഭാവിക നീതിക്ക് വേണ്ടിയിട്ടാണെന്ന്. ഇവിടെ പെൻഷൻ കിട്ടാതെ മറിയക്കുട്ടി ഹൈക്കോടതിയിൽ പോയപ്പോൾ CPMന്റെ നേതാക്കന്മാരും മന്ത്രിമാരും പറഞ്ഞത് മറിയക്കുട്ടിയെ പോലുള്ള ആളുകളുടെ പിത്തലാട്ടമെന്ന അല്ലേ? അപ്പൊ അവർക്കൊന്നും സ്വാഭാവിക നീതി നിഷേധത്തിനെതിരെ കോടതിയിൽ പോകാൻ പാടില്ല. അപ്പൊ ചെയ്യാത്ത പണിക്ക് കൂലി വാങ്ങിയ വീണ വിജയം പോകുമ്പോൾ അത് സ്വാഭാവിക നീതിക്ക് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ പറയുന്ന യഥാർത്ഥ ഇടതുപക്ഷ വിരുദ്ധതയാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വിരുദ്ധത, CPM വിരുദ്ധത, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കാണിക്കുന്നത് വീണ വിജയനാണ്. ചെയ്യാത്ത പണിക്ക് കൂലി വാങ്ങുകയാണ് ഈ തൊഴിലാളി പാർട്ടിയുടെ നേതാവിന്റെ മകള്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ആക്ഷേപമില്ലേ? ഇനി MV ഗോവിന്ദനും AK ബാലനും ഒക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് CPMന്റെ രേഖയെ കുറിച്ചിട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് CPMന്റെ അൽപായുസിന്റെ ആയുർരേഖയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ വിജയന്റെ കമ്പനിയിൽ തട്ടി വീഴാൻ പോവാ. കേരള ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി, ഇനി കാനഡയിലെ ഹൈക്കോടതി. ഇതേ പറയുന്ന ഏജൻസികൾ നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ അന്വേഷണവുമായി വരുമ്പോൾ ഒരുപക്ഷെ CPMന് രാഷ്ട്രീയമായി പല ന്യായങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ പറയാനുണ്ടാകും. അപ്പോഴൊന്നും നിങ്ങൾ ഈ ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഉദ്ദേശശുദ്ധി വിലക്കെടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതായത് നിങ്ങൾക്ക് ദോഷകരമാകുന്ന നിങ്ങളുടെ വാദങ്ങളെ എതിർക്കുന്ന വാദങ്ങൾ അപ്പോൾ CPMനുമുണ്ട്. പല കാര്യങ്ങളിൽ, പല കേസുകളിൽ ദേശീയ അന്വേഷണ ഏജൻസികളെ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമാണ്. അല്ല മാധു, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും ഇനി കാനഡയിലെ കോടതിയിൽ വരെ കയറി ഇറങ്ങാൻ പോവുകയാണ് വീണ വിജയനും വീണ വിജയന്റെ പ്രോമിനന്റ് ലീഡറും ഒക്കെ അല്ലേ? ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ദേശീയ അന്വേഷണ ഏജൻസികളെ ഇപ്പോഴും വിശ്വാസക്കുറവുണ്ട്. ഇവിടെ സനാജ് തന്നെ സൂചിപ്പിച്ച കാര്യങ്ങളില്ലേ, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, കരുവന്നൂർ ബാങ്ക് കൊള്ള, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇവിടെ സനോജ് തന്നെ അത് പറഞ്ഞത് നന്നായി. മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി കൊടുത്താൽ അതിൽ ഒപ്പിടുമെന്നൊക്കെ ഇവർ അവകാശപ്പെട്ടിരുന്ന ശിവശങ്കരൻ 100 ദിവസം ജയിലിൽ കിടന്നിട്ട് പോലും ക്ലിഫ് ഹൗസിന്റെ പടിക്കെട്ടിന് മുമ്പിൽ എത്തുമ്പോൾ ഈ ദേശീയ അന്വേഷണ ഏജൻസികളുടെ വണ്ടി എന്താ യൂട്ടേൺ എടുക്കുന്നത്? ഞങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ സുതാര്യതയെ കുറിച്ചിട്ട്, സുതാര്യമായിട്ടുള്ള ഒരു കരാറാണ് 2 കമ്പനികൾ തമ്മിൽ നടത്തിയതെങ്കിൽ ആ സുതാര്യത കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞുകൂടെ? സുതാര്യമാണെങ്കിൽ എല്ലാവർക്കും അറിയാലോ, അത് പറയാൻ പാടില്ലേ? കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആദ്യം വന്നതാര? PT തോമസ് ആണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലെ മെന്ററെ കുറിച്ച് ചോദിച്ചു. അന്ന് പറഞ്ഞത് വീട്ടിലിരിക്കുന്ന ആളുകളെ കുറിച്ച് ചീത്ത പറയുന്ന. പിന്നീട് മാത്യു കൊഴിനാടൻ ചോദിച്ചു. അതിനുശേഷം നിയമസഭയ്ക്കകത്തും പുറത്തും കേരളത്തിലെമ്പാടും പ്രതിപക്ഷം ഇതൊരു സമരത്തിന്റെ ആയുധമായിട്ട് സ്വീകരിച്ചുകൊണ്ട് സമരായുധമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ലേ? മാധ്യമങ്ങളും പൊതുസമൂഹവും പ്രതിപക്ഷമൊക്കെ ഒരേപോലെ ചോദിക്കുന്ന ചോദ്യങ്ങളെ നേരിടാൻ പറ്റാത്തത് കൊണ്ടല്ലേ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുന്നത്? CPMന് ഇതൊരു അന്തിമ വിധിയല്ല എന്ന ആത്മവിശ്വാസമാണ് ഉള്ളത്. പല കോടതി വിധികൾ പല തലങ്ങളിൽ വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോടതി വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ മാത്രമാണ് എന്താണ് എക്സാലോജിക് മുന്നോട്ട് വെച്ച വാദഗതി, എവിടെയാണ് കോടതി നിരീക്ഷണങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വരികയുള്ളൂ. ഈ അന്വേഷണം തള്ളണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അത് CPMന്, അതായത് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRലുമായുള്ള കരാറിനെ പൂർണ്ണാർത്ഥത്തിൽ പിന്തുണച്ചു എന്ന രീതിയിൽ പാർട്ടിക്കും വലിയ തോതിൽ തിരിച്ചടിയായത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.